അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ഞാനിന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കൂടുതലായിട്ട് നീട്ടി പറയുന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തജിദു ശർറൻ നാസി യൗമൽ ഖിയാമത്തി ദൽ വജ്ഹൈനി അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. ഇത് കേൾക്കുമ്പോൾ മോശമായിട്ടൊന്നും തോന്നണ്ട, വളരെ പ്രധാനമുള്ളൊരു വിഷയമാണ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശപ്പെട്ടതായ ആൾക്കാർ, ആ ഖിയാമത്ത് നാളിൽ മഹ്ശറാവൻ സഭയിൽ വരുന്ന നമ്മൾ ജനങ്ങളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ടവർ ആരാണ്? അത് വജ്ഹൈനി, രണ്ട് മുഖമുള്ളവരാണ്. രണ്ട് മുഖം തന്നെ രണ്ടെണ്ണം എന്നല്ല അർത്ഥം. രണ്ട്, അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തരാണ്. അല്ലാതെ എങ്ങനെയുള്ളതാ? ഒരാളോട് ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു മുഖം കാണിക്കുക, വേറൊരാളോട് വേറെ മുഖം കാണിക്കുക. അതായത് ഒരാളുടെ അടുക്കൽ ഒരു മുഖവും മറ്റൊരാളുടെ അടുക്കൽ വേറെ മുഖവും. അവിടെ പറയുന്നല്ല ഇവിടെ പറയാ. ഓരോട് സ്നേഹം കാണിക്കുന്നു, ഇപ്പുറം വന്നിട്ട് ഇവനോട് വേറെ രൂപത്തിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ എൻ്റെ ഈ സംസാരം കൊണ്ട് അവർ തമ്മിൽ അടിയാകുന്നു. ഈ രൂപത്തിൽ പലരോടും പല രൂപത്തിൽ മുഖം കാണിക്കുന്ന, സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് ലോകത്ത് അള്ളാന്റെ ആ പരിശുദ്ധമായ മഹ്ശറാവൻ സഭയിലെത്തുമ്പോൾ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. നന്നായിട്ട് ചിന്തിക്കണം. ഒരാളോട് ഒരു സ്വഭാവം കാണിക്കുക, മറ്റൊരാളോട് വേറെ സ്വഭാവം കാണിക്കുക. അതായത് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞെടുക്കാൻ, ഞാൻ ഇവന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്ന് അറിയിക്കാൻ ഇവരോട് മറ്റവനെ കുറിച്ച് മോശമായിട്ട് പറയാം. അഭിമുഖീകരിക്കേണ്ട നല്ല ആളാണ്, അത് നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താക്കാണ് ഇവനെ കുറിച്ച് കുറ്റം പറയാം. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് മുഖവും പല രൂപത്തിലായി നീങ്ങുന്നവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നന്നായിട്ട് സൂക്ഷിക്കുക. അല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ഏറ്റവും മോശമാവും. ജനങ്ങളുടെ ഇടയിൽ അതൊന്നും കൂടുതൽ കാലം നിന്ന് പോവില്ല. എല്ലാവരും മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എല്ലാവരും മുക്തകണ്ഠം വെറുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സൂക്ഷിക്കുക. എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി കഴിയുക. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ.